ദിവ്യകാരുണ്യനാഥന്റെ സവിധേ, അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, അവിടുത്തെ സ്നേഹത്തിൽ ഒന്നായി വസിച്ചുകൊണ്ട്, അവിടുത്തെ തിരുമുൻപിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ പൂർണ്ണമായും അവിടുത്തെ തിരുസവിധത്തിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ എത്രയോ മനോഹരമാണ് അങ്ങയുടെ സന്നിധിയിൽ ഒരു നിമിഷമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സായം സന്ധ്യയിൽ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയോട് ഒപ്പമായിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്നരുളി ചെയ്ത അങ്ങയുടെ തിരുവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങിലെ ജീവരസം ഊറ്റിയെടുത്ത് ആത്മീയമായി വളരുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പത്തിൻ്റെ തിരുസാന്നിധ്യമാണ് നാം അനുഭവിക്കുന്നത്. നിശബ്ദതയോടെ, ഭയഭക്തി ബഹുമാനാദരങ്ങളോടെ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഈശോനാഥ, ഞങ്ങളുടെ ആകുലതകളും തിരക്കുകളും ഒഴിച്ചു വെച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്നോട് കൂടെ അല്പസമയം ചിലവഴിക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഈ ദേശത്തിന് അനുഗ്രഹമായി മാറുന്ന ഈ ദിനങ്ങളിൽ അനുഗ്രഹങ്ങൾ ഓരോന്നും മാരി കണക്ക് വർഷിക്കപ്പെടുന്ന ദിനങ്ങളിലൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ എടുത്തു വയ്ക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷം നമുക്കായിരിക്കാം. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിൻ്റെ പ്രത്യാശയുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ആത്മീയ ഭോജ്യവും ശക്തിയുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗികളുടെ നാഥനും പീഡിതരുടെ ആശ്വാസവുമായ ഈശോയുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗത്തിൻ്റെ തീച്ചൂളയിൽ ഞങ്ങൾക്ക് ആശ്വാസമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വേദനയിൽ ഞങ്ങൾക്ക് കുളിർമയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഏകാന്തതയിൽ ഞങ്ങൾക്ക് തുണയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ എന്നും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന് എന്നും മാധുര്യമരുളുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന് എന്നും അർത്ഥം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകം പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുകയില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ചെറിയ ഗോതമ്പപ്പത്തോളം ചെറുതായ ഈശോയുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ എൻ്റെ അമ്മയേക്കാൾ സ്നേഹിക്കുന്ന ഈശോയുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം എഴുതുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ ആണ് താനും. മക്കളെന്ന് ഞങ്ങളെ വിളിക്കാൻ മാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹ. തന്നോടു ചേർപ്പാൻ വേഗം വരും യേശുമിശിഹ. കൂടകോടി തൻ ദൂതസൈന്യവുമായി മേഘരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശുമിശിഹ. ദിവ്യകാരുണ്യം, ദൈവത്തിൻ്റെ മഹാകാരുണ്യം, ദൈവം ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. വചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു.
ദൈവത്തിൻ്റെ ഈ മഹാദാനം ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈശോ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാനായി നമുക്ക് നമ്മുടെ അധരങ്ങളെയും ചിന്ത വിചാരങ്ങളെയും ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ നിർമ്മലമാക്കാം. ഈശോയെ ഉദരത്തിൽ സംവഹിച്ച് ലോകത്തിലെ ആദ്യ സക്രാരിയായി തീർന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിതത്തിലെ ഏത് നിമിഷവും അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിലും ജീവിതത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. പരിശുദ്ധ അമ്മയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചതുപോലെ എളിമയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയെ നമുക്കും വ്യാപരിക്കാം. വഴിയും സത്യവും ജീവനുമായ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിൽ ആയിരിക്കുവാൻ കഴിയുന്ന ഈ സമയം എത്രയോ ഭാഗ്യപ്പെട്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ പോലും ദർശിക്കുവാൻ ഭയപ്പെടുന്ന നിന്റെ തിരുമുഖം ഞങ്ങൾക്ക് ദർശനയോഗ്യമായി തിരുവസ്തു രൂപത്തിൽ അങ്ങ് നൽകിയല്ലോ. ദിവ്യകാരുണ്യനാഥ, ഈ സമയമത്രയും അങ്ങയെക്കുറിച്ചുള്ള സ്മരണ ഞങ്ങളുടെ ചിന്തകളിലും അങ്ങേ നാമം ഞങ്ങളുടെ അധരങ്ങളിലും നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. നിന്നിലുള്ള വിശ്വാസം പൂർണ്ണമായി ഏറ്റുപറഞ്ഞുകൊണ്ട് നീയാകുന്ന വഴിയിലൂടെ ചരിക്കുവാൻ, അങ്ങാകുന്ന സത്യത്തെ തിരിച്ചറിയുവാൻ, അങ്ങാകുന്ന നിത്യജീവനിൽ അഭയം തേടുവാൻ ഈ സമയം ഞങ്ങൾക്കാകട്ടെ. സ്നേഹത്തിൽ അങ്ങയോട് ഒട്ടിച്ചേർന്നിരുന്ന അങ്ങയുടെ ശിഷ്യനായ യോഹന്നാനെ പോലെ അങ്ങയോട് ചേർന്നിരിക്കുവാൻ, സ്നേഹത്തിൽ അങ്ങയോട് ഒന്നാകുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. സ്നേഹിക്കുക എന്നാൽ കൂടെ ആയിരിക്കുക എന്നതാണ് അർത്ഥം. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മോട് കൂടെ ആയിരിക്കുവാൻ, നമ്മിൽ അലിഞ്ഞു ചേർന്ന് നമ്മുടെ ഭാഗമാകുവാൻ ഇതാ വെറുമൊരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ നാഥൻ എഴുന്നള്ളി വസിക്കുന്നു. ഈ നിമിഷം ഈശോയ്ക്ക് നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായി പറയാനുള്ളത് കേൾക്കുവാൻ നമ്മുടെ കാതുകളെ കൂർപ്പിക്കാം, അധരങ്ങളെ നിശബ്ദമാക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം.
ഇതാണ് സ്വീകാര്യമായ സമയം. ഇതാണ് രക്ഷയുടെ ദിവസം. ആത്മീയമായ ഈ മണിക്കൂറിലൂടെ വിശ്വാസത്തോടെ നാം കടന്നു പോകുമ്പോൾ ഈശോ നമുക്കായി മാറ്റിവെച്ചിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലാണ് നാമും പങ്കുചേരുക. ആകാശവിതാനങ്ങളിൽ മഴവില്ലിൽ നോഹയ്ക്ക് അനുഭവപ്പെട്ട ദൈവസാന്നിധ്യം, കത്തുന്ന മുൾപ്പടർപ്പിൽ മോശെ അനുഭവിച്ച ദൈവസാന്നിധ്യം, മേഘത്തണലിലും അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽ ജനം അനുഭവിച്ച ദൈവസാന്നിധ്യം, താബോർ മലയിൽ രൂപാന്തരവേളയിൽ ശിഷ്യന്മാർ അനുഭവിച്ച ദൈവസാന്നിധ്യം ഈ സമയം നമുക്കും നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ അനുഭവിക്കാം. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന തമ്പുരാനെ വിശ്വാസത്തിൻ്റെ നയനങ്ങളാൽ നമുക്ക് ദർശിക്കാം. പൗലോസ് അപ്പസ്തോലൻ പറയുന്നു, ദൈവസന്നിധിയിൽ അഭയം തേടുന്നവർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഒപ്പം ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തും എന്നും വിശ്വസിക്കണം. ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയിൽ വിലയം പ്രാപിക്കാനുള്ള നമ്മുടെ ആഗ്രഹം അവിടുത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഏറ്റുപാടാം.
തിരുസാന്നിധ്യം ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഈ ദേവാലയത്തിൽ ആയിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ദൈവത്തെ നാം മുഖാഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൈവം നമുക്ക് ദർശനം നൽകുന്ന ദിനങ്ങളാണ് ഇവ. ഈശോയോട് നമുക്ക് പറയാം, ഈ നിമിഷങ്ങളിൽ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, സമൂഹ ജീവിതത്തിലേക്ക്, സമൂഹാംഗങ്ങളിലേക്ക് അങ്ങ് കടന്നു വന്നുകൊണ്ട് ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചാലല്ലാതെ അങ്ങേ കടന്നു പോകുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ബൈബിളിൽ ശാഠ്യത്തോടുകൂടി ദൈവത്തിനു മുൻപിൽ വ്യാപരിച്ച വ്യക്തികളുടെ അടുത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് നാം കാണുന്നുണ്ട്. ദിവ്യ അനുഗ്രഹങ്ങൾ മാരികണക്ക് വർഷിച്ച് ദിവ്യ കാരുണ്യമായി എഴുന്നള്ളി വസിക്കുന്ന തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദിവ്യകാരുണ്യ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് നിഗൂഢമായ രഹസ്യമാണെങ്കിലും ആ രഹസ്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജീവിതത്തിലെ ഏത് നിർണായക നിമിഷങ്ങളിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ വഴി നടത്തുന്ന ഒരു പ്രകാശം ദിവ്യകാരുണ്യത്തിൽ നിന്നും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലായിരിക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ നാം ഓരോരുത്തരും നേരിടേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ശക്തിയും ഓജസ്സും നൽകുന്നതിനായി അവിടുത്തെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അതോടൊപ്പം ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ നിരന്തരം ധന്യമാക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ വിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റുപറയാം. നാം ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയ്ക്കു ശേഷവും ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ ദിവ്യകാരുണ്യ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലും നമുക്ക് ചുറ്റിലും ഏറ്റുപറയാം. ഞങ്ങൾക്ക് വേണ്ടി സ്വജീവൻ ബലിയർപ്പിച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ അനുദിനം ഞങ്ങൾക്ക് ഭോജ്യമായി തീരുന്ന സ്നേഹം തന്നെയായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂരമായ പീഡകൾ ഏറ്റുവാങ്ങിയ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധമായ നിമിഷത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പാപികളായിരുന്നിട്ടും മനുഷ്യ അവതാരം വഴി ഞങ്ങളോടൊപ്പം വസിക്കുവാൻ തയ്യാറായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ ആസക്തികളിൽ മുഴുകി ജീവിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായി എല്ലാ സ്വർഗീയ മഹിമയും മഹത്വവും വെടിഞ്ഞ് എളിയവരിൽ എളിയവനായി ഈ മണ്ണിൽ അവതരിച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയിലൂടെ കരഗതമായ രക്ഷ വരും തലമുറകൾക്ക് അനുഭവവേദ്യമാകുവാൻ തിരുസഭയെ സ്ഥാപിച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഓരോ നിമിഷവും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വസിക്കുന്ന ഈശോയുടെ സ്നേഹം ആവോളം അനുഭവിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ സ്നേഹത്തെ നമുക്ക് പാടി സ്തുതിക്കാം.
ദൈവസ്നേഹം അളവില്ലാതെ മനുഷ്യരിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നതാണല്ലോ ദിവ്യകാരുണ്യം. ആഴങ്ങളോട് സംസാരിക്കുന്ന ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ മനസ്സുകളെ സജ്ജമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ദേവിനോട് തനിക്കും നിൻ ദിവ്യ സ്നേഹം നിനക്കു തുല്യം, നീ മാത്രമല്ലോ, നിനക്കു തുല്യം, നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. അറിവിനാൽ അളക്കുവാനത്യഗാധം, അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. അറിവിനാൽ അളക്കുവാനത്യഗാധം, അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ദേവിനോട് തനിക്കും നിൻ ദിവ്യ സ്നേഹം നിനക്കു തുല്യം, നീ മാത്രമല്ലോ, നിനക്കു തുല്യം, നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. ദൈവസ്നേഹത്തിൻ്റെ ആഴവും ഉയരവും നീളവും വീതിയുമെല്ലാം ഗ്രഹിച്ച് നമ്മുടെ ജീവിതങ്ങളെ
രൂപാന്തരപ്പെടുത്തുമ്പോഴാണല്ലോ ആരാധന അനുഭവമാവുന്നത്. ആരാധനകൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നില്ലെങ്കിൽ ആരാധന ജീവിതത്തെ സ്പർശിക്കാതെ അധരങ്ങളുടെ മാത്രം വ്യായാമമായി അധപ്പതിക്കാം. നമ്മുടെ ആരാധനകൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുകയും ആ അസ്വസ്ഥതയിൽ നിന്നും ജീവിതങ്ങളെ സ്പർശിക്കുന്ന അനുഭവങ്ങളായിട്ട്, സാക്ഷ്യങ്ങളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോഴാണല്ലോ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന യഥാർത്ഥ ആരാധകരുടെ സമൂഹമായി നാം രൂപപ്പെടുക. ദൈവത്തെ ആ മലയിലോ ഈ മലയിലോ അല്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന യഥാർത്ഥ ആരാധകരെയാണ് ഞാൻ അന്വേഷിക്കുന്നതെന്ന് യേശു സമറിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത് ഓരോ ആരാധന വേളയിലും നമുക്ക് മാർഗദീപമാകണം. ജീവിതത്തെ സ്പർശിക്കാത്ത ആരാധന എത്രയോ പ്രാവശ്യം എൻ്റെ സമയം കളഞ്ഞിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴേ ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ആരാധനയുടെ പേരിൽ അധര വ്യായാമങ്ങളായിട്ട് നമ്മളെ മാറ്റിയ പ്രാർത്ഥനയുടെ യഥാർത്ഥ നിമിഷങ്ങളെ, ജീവിതത്തെ സ്പർശിക്കാതെ പോയ നിമിഷങ്ങളായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുവാൻ, ആരാധനയുടെ യഥാർത്ഥ സ്വഭാവം വീണ്ടെടുക്കാൻ യേശു ആഗ്രഹിക്കുന്ന ആരാധകരുടെ ഗണത്തിലേക്ക് വളരുവാൻ, രൂപാന്തരപ്പെടുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സ്നേഹം എന്നെ പ്രചോദിപ്പിക്കട്ടെ. നിന്റെ ത്യാഗം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാവട്ടെ. നിന്റെ കുരിശിനോളം വളരാൻ എൻ്റെ ജീവിതത്തെ ഞാൻ വിട്ടുതരുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധനയുടെ സമാപന നിമിഷങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസം മുഴുവൻ നീണ്ടു നിന്ന നമ്മുടെ ആരാധനയുടെ പ്രകരണങ്ങളെല്ലാം ഒന്നിച്ച് ചേർത്ത് വെച്ച് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള വേദനിക്കുന്ന എല്ലാ മനുഷ്യർക്കുമായിട്ട് നമുക്ക് കാഴ്ചവെക്കാം. നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് യേശുനാഥൻ്റെ മുൻപിൽ സമർപ്പിക്കാം. നല്ല ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടണം. നമ്മുടെ രാജ്യത്തിൽ സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കുവാനായിട്ട് ഉള്ള അവസ്ഥ സംജാതമാകണം. എല്ലാവരും മനുഷ്യരായി കരുതപ്പെടുന്ന മനുഷ്യത്വത്തിൻ്റെ നല്ല നാളുകൾ ഭൂമിയിൽ ദൈവരാജ്യം കൊണ്ടുവന്ന അവൻ്റെ സ്വപ്നങ്ങളിലേക്ക് നമ്മുടെ നാടും രാജ്യവും ദേശവുമൊക്കെ ഉയരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. 40 മണി ആരാധന മാന്നാനം ആശ്രമ ദേവാലയത്തിൽ ആരംഭിച്ച വിശുദ്ധ ചാവറയച്ചൻ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അവൻ്റെ ഹിതം നടത്തും. അവൻ്റെ തിരുഹിതത്തിന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവേ നിന്റെ തിരുഹിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുതരുന്നു എന്നുള്ള പ്രകരണങ്ങളോടെ നമുക്ക് ആയിരിക്കാം. എനിക്കാ
ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.